ഹായ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോകാഡിലെ മെഷർ ടൂളിനെ പറ്റിയാണ്. മെഷർ ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരച്ച നമ്മുടെ ഡ്രോയിങ്സിൻ്റെ ഒക്കെ ഡയമെൻഷൻസ് നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മെഷർ ടൂൾ കൊണ്ട് സാധിക്കും. ഓക്കെ, അത് നമ്മുടെ ഡ്രോയിങ്സിൽ മാർക്ക് ചെയ്യൂല. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് മെഷർ ചെയ്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിവാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ അതെങ്ങനെ ചെയ്യുന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് മെഷർ ചെയ്യേണ്ടത് നമ്മുടെ ഒബ്ജക്റ്റിൽ എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാനിൻ്റെ രണ്ട് വാള് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് വെച്ച് കഴിഞ്ഞാൽ DIST എന്നുള്ള കമാൻഡാണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഫസ്റ്റ് പോയിന്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് ഏത് രണ്ട് പാർട്ടിൻ്റെ ഇടയിലാണോ ഡയമെൻഷൻസ് മെഷർ ചെയ്യേണ്ടത് ആ രണ്ട് ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനിടയിലുള്ള ഡയമെൻഷൻസ് നമുക്ക് ഇതുപോലെ വിസിബിൾ ആവും. ഓക്കെ, ഇതിപ്പോൾ 500 ആണ്. നമുക്കിവിടെ കമാൻഡ് ബാറിൽ ഇവിടെ കാണിക്കുകയും ചെയ്യും അത് എത്രയാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ളതാണ് അറിയേണ്ടതെങ്കിൽ വീണ്ടും സെയിം കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാം. ഓക്കെ, ഇതുവരെയുള്ളതാണ് എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മെഷർ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ഓട്ടോകാഡിൽ വന്ന അപ്ഡേഷനെ പറ്റിയിട്ടാണ്. അതായത് ഈ മെഷർ ടൂളിൽ വന്ന അപ്ഡേഷനെ പറ്റിയിട്ടാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വിക്ക് മെഷർ ടൂൾ എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഒരു അപ്ഡേറ്റ് നമുക്ക് 2020 ഓട്ടോകാഡ് വേർഷൻസിൽ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ ഈസിയാണ്. നമ്മൾ മുൻ വർഷങ്ങളിൽ ചെയ്ത പോലെ, മുൻ വേർഷൻസിലൊക്കെ ചെയ്ത പോലെ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും സെലക്ട് ചെയ്യേണ്ട ആവശ്യം ഈ ക്വിക്ക് മെഷർ ടൂളിൽ ഇല്ല. അതായത് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ജസ്റ്റ് മൗസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനിടയിൽ വരുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ബിറ്റ്വീൻസ് ഉള്ള ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാം. ഇതൊക്കെ 90 ഡിഗ്രി ആംഗിളിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ രണ്ടാമത്തെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനിടയിൽ വരുന്ന ഡയമെൻഷൻസ് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ്, ആംഗിള് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാം. അതുപോലെ ഇതിനിടയ്ക്ക് വരുന്ന ആർക്കിൻ്റെ ഒക്കെ റേഡിയസ്, സർക്കിളിൻ്റെ ഡയമീറ്റർ, ഓക്കെ, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്തിട്ട് എത്രയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് 2020 വേർഷൻ ഓട്ടോകാഡിൽ വന്ന പുതിയ അപ്ഡേറ്റ്. ഓക്കെ.